എപ്പോഴും മോഡിയെ സുഖിപ്പിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ. അപ്പൊ മോഡിക്ക് ഏറ്റവും സുഖിക്കുന്നതാണ് സോണിയാഗാന്ധി 2-3 അപവാദം പറയാൻ പറ്റിയാൽ അതല്ലേ മോഡിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിനിടയിൽ അതും ഉണ്ടാവും അജണ്ട. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നു. സോണിയാഗാന്ധി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോറ്റിക്ക് കടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM, കേരളം ഭരിക്കുന്നത് CPM. ഇതിനകത്ത് സോണിയാഗാന്ധി എന്തിനാ വലിച്ചു വെക്കുന്നത്? അന്വേഷണം നടത്തി ഇതിലത്തെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാൻ ഹൈക്കോടതി ശ്രമിക്കുമ്പോൾ ആ ഹൈക്കോടതി പോലും അസഹിഷ്ണുത കാണിക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമാണ്, എങ്ങനെ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ആ പണി നടക്കാൻ പോകുന്നില്ല. കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള ജനതയുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടവരാരായാലും അവരെ പൂർണ്ണമായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നല്ലാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമായ ചോദ്യം, കേരളം ഭരിക്കുന്ന ആരാ? ദേവസ്വം ബോർഡ് ഭരിച്ചത് ആരാണ്? ഇപ്പൊ ഭരിക്കുന്നത് ആരാണ്? മറ്റു കാര്യങ്ങൾക്കിടെ എന്താ പ്രസക്തിയാണുള്ളത്? പിന്നെ അവർക്ക് മോഡിയുടെ മുന്നിൽ ഒന്ന് സന്തോഷം, എപ്പോഴും മോഡിയെ സുഖിപ്പിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ. അപ്പൊ മോഡിക്ക് ഏറ്റവും സുഖിക്കുന്നതാണ് സോണിയാഗാന്ധി 2-3 അപവാദം പറയാൻ പറ്റിയാൽ അതല്ലേ മോഡിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിനിടയിൽ അതും ഉണ്ടാവും അജണ്ട.